ഹായ് ഹലോ. ഇന്ന് ചെടിയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ കാശിത്തുമ്പ ഇങ്ങനെ വാടിക്കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അതായത് ഇന്നലെ ഞാൻ ഒരു ദിവസം നനച്ചിട്ടില്ലായിരുന്നു. ചില ചെടികൾക്കൊക്കെ നമ്മൾ ദിവസവും നനയ്ക്കണം. കാശിത്തുമ്പ പോലത്തെ ചെടികൾ, അതുപോലെ തന്നെ ബന്ധിച്ചെടിയൊക്കെ നമ്മൾ ദിവസവും നനച്ച് കൊടുക്കണം. ചട്ടിയിലൊക്കെ നട്ട് കൊടുത്താലുണ്ട് ബന്ധിച്ചെടി. അപ്പോൾ കണ്ടില്ല, വെള്ളമില്ലായിട്ടായിരിക്കും വാടിക്കെടുക്കുന്നുണ്ട്. അതുപോലെ വേറെ 2-3 ചെടികളും വാടിക്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബിഗോണിയ പ്ലാന്റ്സ് കണ്ടില്ല, ഇത് വാടിയിട്ട് ഇലകളൊക്കെ താഴോട്ട് നിൽക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചാൽ നേരെ ആവോ, അത്രയേ ഉള്ളൂ. എങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു പ്രയാസമാണ്. അപ്പോൾ എൻ്റെ മഞ്ഞ പിന്നെന്താ ബൊഗൻവില്ല പ്ലാന്റ്സ് ഞാൻ മാറ്റി നടണമെന്ന് പറഞ്ഞിട്ടില്ല, റീപ്പോർട്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് റീപ്പോർട്ട് ചെയ്തിട്ട് അതിന് ഞാൻ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. പൂക്കളിൽ കൊണ്ട് തന്നെ നമ്മൾ മതിലിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം പിന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാം ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെടീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം സന്തോഷകരമായിട്ടുള്ള കാഴ്ച ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് സങ്കടമുള്ള കാഴ്ചകളുണ്ടാവും കേട്ടോ. അപ്പോൾ സങ്കടമുള്ള കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചെടി എന്തെങ്കിലും പറിച്ച് കളയുക അല്ലെങ്കിൽ പിന്നെ ഉണങ്ങിപ്പോവുകയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കും. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പൂമുട്ടുകളൊക്കെ വിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ബേബി പ്ലാന്റ് ഉണ്ടായി കണ്ടിട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ സന്തോഷകരമായിട്ടുള്ള കാഴ്ച നമുക്ക് ചെടീൻ്റെ അടുത്തുണ്ടാവും, സങ്കടമുള്ള കാഴ്ചയുണ്ടാവും. പക്ഷേ ഇന്നലെ എനിക്ക് സങ്കടമുള്ള ദിവസമായിരുന്നു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുൻപ് കാണുന്ന ആ വീട്ടിലുള്ള പിന്നെ അവിടുത്തെ ഉപ്പ ഇന്നലെ മരണപ്പെട്ടു. അപ്പോൾ ഓരോ മോൻ്റെ വീട്ടിലേക്കാണ് ബോഡി കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെയൊക്കെ അവിടെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഇന്നലെ ചെടികളൊന്നും നനയ്ക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പം ഇന്നാണ് ഇപ്പം ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ മെനഞ്ഞാന്നേ പറയുന്നുണ്ട്, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ബോൾ ഷേപ്പിലാക്കണമെന്ന്. അതിനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് എല്ലാ ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിച്ച തരാം പുൽച്ചെടിയില്ലേ, അതിൻ്റെ ഒന്ന് വേഗം പെട്ടെന്ന് തന്നെ വാടിപ്പോകും. ഒരുപാട് ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാ ചെടികളൊക്കെ ഒന്ന് നനച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിഗോണിയ പ്ലാന്റ്സ് നേരെയായി വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കാണ് നേരെയാവും. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നേരെയാവും. പിന്നെ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുള്ള എൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സ് കുറച്ച് കലാത്തി ഞങ്ങളോട് മാറ്റി വെച്ചാൽ വെയിൽ കൊണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതിന് കുറേശ്ശെ വെള്ളം മതി കേട്ടോ. നമുക്കൊന്ന് കുടഞ്ഞിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുടയുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?